ഐക്യ അറേബ്യൻ നാട് എന്ന യുഎഇയോടുള്ള വിദേശികളുടെയും സ്വദേശികളുടെയും പ്രതിബദ്ധത പുതുക്കി രാജ്യം പതാക ദിനം ആചരിച്ചു. രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ദേശീയ പതാക ഉയർത്തി. വിവിധ എമിറേറ്റുകളിൽ ഭരണാധികാരികൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മലയാളികളും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുഎഇ പതാക ദിനാഘോഷം രാജ്യമെമ്പാടും ഐക്യത്തോടെ ആഘോഷിച്ചു. എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ദേശീയ പതാക ഉയർത്തി. 2004 ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ യുഎഇയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റതിന്റെ വാർഷികത്തോട് അനുബന്ധിച്ചാണ് പതാക ദിനം ആചരിച്ചത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ അബുദാബിയിലും ദുബായിലുമായി പതാക ഉയർത്തി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന RTA ആസ്ഥാനത്തും ദേശീയ പതാക ഉയർത്തി. യുഎഇ എന്ന മാതൃരാജ്യത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും പുതുക്കി സ്വദേശികളും കർമ്മഭൂമിയെ ആദരിച്ച് വിദേശികളും ഈ ആഘോഷങ്ങളിൽ സംബന്ധിച്ചു. അബുദാബിയിലെ ലുലു ആസ്ഥാനത്തും ദേശീയ പതാക ഉയർത്തി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും ഇതോടൊപ്പം ദേശീയ പതാക ഉയർത്തി. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും സ്കൂളുകളും പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഡിസംബർ 2 യുഎഇ ദേശീയ ദിനത്തിന് മുന്നോടിയായുള്ള ഒരു മാസത്തെ ആഘോഷങ്ങൾക്കും ഇതോടൊപ്പം തുടക്കമായി. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. Middle East This Week, an Elvis Chumar TV show.